ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മറ്റൊരു നോമ്പ് കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന് നശ്വരതയെയും ആത്മശൂന്യവൽക്കരണത്തെയും സൂചിപ്പിക്കുന്ന വിഭൂതി തിരുനാൾ തുടങ്ങി മാനവകുലത്തിന് പ്രത്യാശയുടെ നവചൈതന്യം പകർന്നു നൽകിയ ഉയർപ്പ് തിരുനാൾ വരെയാണ് 50 നോമ്പുകാലം. പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും ത്യജിക്കലിന്റെയും ദിനങ്ങളാണ് ഓരോ നോമ്പുകാലവും. സഹജീവി സ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്ത മാതൃകയായി ഭൂവിൽ അവതരിച്ച യേശുനാഥന മാതൃക സ്വജീവിതത്തിൽ പകർത്താനുള്ള അവസരമായി ഓരോ നോമ്പുകാലത്തെയും നാം കരുതേണ്ടിയിരിക്കുന്നു. ആധുനിക ലോകത്തിന്റെ ഒരിക്കലും അവസാനിക്കാത്ത തിരക്കുകൾക്കിടയിൽ നാം സഹജീവികളെ നിഷ്കരണം മറന്നു കളയുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നാം ഓട്ടം തുടങ്ങിയപ്പോൾ കൂടെയുണ്ടായിരുന്നവർ ഇന്നെവിടെ? താൻ പോർമയുടെ മാനങ്ങളും ആഡംബരത്തിന്റെ കോട്ടകൊത്തളങ്ങളും ഉണ്ടാകുമ്പോൾ മനുഷ്യബന്ധങ്ങളുടെ സ്ഥാനം ഇന്നെവിടെ? നഷ്ടപ്പെടുന്ന ഇഴയകലം കൂടിപ്പോയ ബന്ധങ്ങളെ തിരികെ പിടിക്കാൻ ഈ നോമ്പുകാലത്ത് മനസ്സിലേക്ക് നമുക്കൊരു തീർത്ഥയാത്ര നടത്താം. അവിടെ കല്ലിൽ തട്ടി വീഴുന്നവരുണ്ടാകാം, കുരിശു താങ്ങാനാകാതെ തളർന്നു വീഴുന്നവരുണ്ടാകാം. അവരുടെ യാതനകളിൽ മുഖമൊപ്പുന്ന വേറോനിക്കന്മാരും സഹതാപപൂർവം കുരിശു താങ്ങുന്ന ശിമയോന്മാരുമാകാൻ മിശിഹാനാഥൻ മാടി വിളിക്കുന്ന ഈ നോമ്പുകാലം ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതായി, പരസ്പരം സ്നേഹം പകർന്നു നൽകുന്നതായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.